ശാന്തി സുമങ്ങളുമാ കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമാ മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി ഊഷരഭൂമുകൾ ഉഴുതുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലുണ്മയിരുത്തു നടും ഇവർ മാനവ സ്നേഹഫലം الشيخ باحسن من الليل ونور الدين حمداني وبالسعادات شعبدين والسيد أحمد زين الدين وشاشق رسول الله عبد القادر الكندوري والعارف بالله محمد هادي البدغري وشيخنا قطب العالم محمد أبي بكر المشهور بسيم المدبوري اللهم ولاة الشيخ كمال الدين القادري قدس الله سره العزيز وإلى حضراته جميع مشايخنا ساتيدنا وإلى جميع الأرواح المقدسة المدفونة في هذه الأقطار الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون قال الله عز وجل لو كان العلم في الثريا لوجده رجال من فارس قال رسول الله أيا ليت ما بيني وبينك عامر وبيني وبين العالمين خراب وإن صح منك الود فالكل هين فكل الذي فوق التراب تراب وإن لم يكن بيني وبينك ريبة فكل نعيم صد عنك عذاب وليتك تحلو والحياة مريرة وليتك ترضى والأنام غلاب يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي ما دام مددي خليفة الله فينا محي الدين يا محي الدين وعدنا من مريدين هديك الأقوم ومن عبيدك عبدا طائعا ندوا ومن جنودك مقداما إليه يؤم نعم الأمير أميرا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني
بصر فؤادي صراطا أنت سالكه فالله أعطاكه فأنت مالكه ونجينا من لظى فيها مهالكه سلطان كل ولي محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني أمة سيدنا محمد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകളുടെ സദസ്സിലാണ് നമ്മളുള്ളത്. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മദ്ഹ് പറയുന്നതും കേൾക്കുന്നതും വളരെ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹുവിൻ്റെ അരികിൽ സ്ഥാനം ലഭിക്കാനും പെടാനുമുള്ള മാർഗമാണ്. നമ്മുടെ നാട്ടിൽ ജീലാനി തങ്ങളുടെ സദസ്സുകൾ എല്ലാ മാസത്തിലും നമ്മുടെ പള്ളിയിലും മറ്റ് വേദികളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ജീലാനിതങ്ങളുമായി ആത്മീയ ബന്ധം അല്ലാഹു എനിക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ സദസ്സ് അവരോട് ബന്ധപ്പെടാൻ, ആഖിറത്തിൽ അവരോട് കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. മഹാന്മാരായ അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ അല്ലാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാണ്. അതിൽ തർക്കമില്ല. അവരിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരേക്കാളും ഉയർന്നവരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിൽ തർക്കമില്ല. ജിബ്രീൽ മുത്തുനബിയേക്കാൾ ഉയർന്നവരാണെന്ന് അല്ലമ ജമഖ്ശരി പറഞ്ഞ പേരിൽ ജമഖ്ശരിയെ മുസ്ലിം ഉമ്മത്താകമാനം എതിർത്തിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലാണ് ലോകത്തെ ഏറ്റവും ഉയർന്ന സൃഷ്ടി. അവിടുത്തെ താഴെയാണ് എല്ലാ അമ്പിയാക്കളും എല്ലാ മലക്കുകളും എല്ലാവരും ഉള്ളത്. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ തർക്കമില്ലാത്ത അഭിപ്രായമാണ്. ആ നബിയോടുള്ള ബന്ധമാണ് അള്ളാഹുവിനോടുള്ള ബന്ധം. ആ നബിയോടുള്ള അകൽച്ചയാണ് അള്ളാഹുവിനോടുള്ള അകൽച്ച. നബിതങ്ങളോട് എത്ര ബന്ധം ഉണ്ടോ അത്രയും അള്ളാഹുമായി ബന്ധമുണ്ടായിരിക്കും. ഇത് അമ്പിയാക്കന്മാരുടെയും അവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് എത്ര അടുപ്പമുണ്ടോ, അള്ളാഹു എത്ര അടുപ്പമാണോ നൽകിയത്, അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും അള്ളാഹുവിൻ്റെ അരികിലുള്ള സ്ഥാനം. വിഷയത്തിലേക്കൊന്നും കൂടുതൽ ആ കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അമ്പിയാക്കൾ കഴിച്ചാൽ പിന്നീട് ഏറ്റവും ബന്ധമുള്ളവരാണ് ഔലിയാക്കൾ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ ഈ ഉമ്മത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ മുത്തുനബിയുടെ സ്വഹാബിമാരായ അല്ലാഹുവിൻ്റെ പ്രധാന വളരെ ഉയർന്ന ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ സ്വഹാബത്താണ്. ഈ സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നീട് എത്രയോ ഔലിയാക്കൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ കൂടുതൽ ഔലിയാക്കൾ കഴിഞ്ഞ ഉമ്മത്താണ് ഈ ഉമ്മത്ത്. ആ ഔലിയാക്കളെ കൂട്ടത്തിൽ വളരെ വലിയ സ്ഥാനമുള്ളവരാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ. സ്വഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥാനം കറാമത്ത് കൊണ്ടും ബഹ്മതി കൊണ്ടും സ്ഥാനങ്ങളെ കൊണ്ടും ജീലാനി തങ്ങളാണെന്ന്
അബ്ദുല്ലാഹിൽ യാഫി തങ്ങൾ അവിടുത്തെ ഖുലാസത്തുൽ മഫാഖിർ ഫി ഇഖ്തിസാരി മനാഖിബ് ശൈഖ് അബ്ദുൽ ഖാദിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മഹാനായ ജീലാനി തങ്ങൾ ജനിക്കുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ സംബന്ധിച്ച് മഹാന്മാർ പ്രവചിച്ചിട്ടുണ്ട്. ഹദീസിൽ തന്നെ ജീലാനി തങ്ങളെ സംബന്ധിച്ച് സൂചന കാണാം. ഇമാമുന ഷാഫിഈ തങ്ങളെ സംബന്ധിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഇമാമുന ഷാഫിഈ തങ്ങളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഖുറൈശിൽ ഒരു പണ്ഡിതൻ വരുന്നുണ്ട്, ലോകത്ത് ഇൽമാൽ അവർ നിറക്കുന്നതാണ്. ലോകത്തെ ഇൽമു നിറച്ച പണ്ഡിതന്മാർ തർക്കമില്ല 4 പേരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പരിഗണിക്കുകയും ഉൾക്കൊള്ളുകയും തുടരുകയും ചെയ്ത ആളുകൾ 4 പേര് മാത്രമേ ഉള്ളൂ. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം നവവി ശർഹ് മുഹദ്ദബിന്റെ തുടക്കത്തിൽ പറയുന്നു, ഈ 4 പേരിൽ ഇമാം ഷാഫി അല്ലാത്ത ആരും ഖുറൈശികളില്ല. അതുകൊണ്ട് തന്നെ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ എന്ന് പറഞ്ഞ, ഭൂമിയുടെ എല്ലാ തട്ടുകളും ഇൽമാൽ നിറക്കുമെന്ന് പറഞ്ഞ 4 പണ്ഡിതന്മാരിൽ ഖുറൈശിയിൽ പെട്ടുകൊണ്ടുള്ളത് ഇമാം ഷാഫി തങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഹദീസ് കൊണ്ട് ഇമാം ഷാഫിയാണ് നബി തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഇത് ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറയുന്നു. ഇങ്ങനെ വലിയ ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഹാന്മാരെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തവരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സഹീഹായ ഹദീസിൽ കാണാം, ആലിമു മദീന എന്ന പ്രയോഗത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹനീഫയെ സംബന്ധിച്ച് പറഞ്ഞു കാണാം, ലൗ കാനൽ ഇൽമു ഫി സുറയ്യ, അല്ലാഹുവിന്റെ ദീനിന്റെ അറിവുകൾ അല്ലെങ്കിൽ മഅരിഫത്തിന്റെ അറിവുകൾ അത് കാർത്തിക നക്ഷത്രത്തിലാണെങ്കിൽ തന്നെ, വളരെ അകലെയാണെങ്കിൽ തന്നെ, കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള അറിവുകൾ, ലവജദഹു റിജാലുൻ മിൻ ഫാരിസ്, പേർഷ്യയിൽ നിന്ന് വരുന്ന ചില മഹാന്മാർ അതിനെ കണ്ടെത്തിക്കുന്നതാണ്. ഫാരിസിൽ നിന്ന് വന്ന അറിയപ്പെട്ട ഇൽമിൽ അറിയപ്പെട്ട ആളുകൾ, അതിൽ ഒന്നാമനാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ. ഈ ഹദീസിൽ അബൂ ഹനീഫ തങ്ങൾ ഉണ്ടെന്ന് ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഖൈറാത്തുൽ ഹിസാൻ ഫി മനാഖിബി അബി ഹനീഫത്തുൻ നുഅ്മാൻ എന്ന ഗ്രന്ഥത്തിൽ പറയും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ റിജാലുൻ മിൻ ഫാരിസ്, പേർഷ്യയിൽ നിന്ന് ചില മഹാന്മാർ എന്ന, അതിൽ പേർഷ്യയിൽ നിന്ന് വന്ന ഔലിയാക്കളിൽ പ്രസിദ്ധനാണ് ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമേ നമ്മോട് സൂചിപ്പിച്ചവരാണ് ജീലാനി തങ്ങൾ. ജീലാനി തങ്ങൾ ജനിക്കുന്നതിന്റെ 150 വർഷം മുമ്പ്, 200 വർഷം മുമ്പൊക്കെ വലിയ വലിയ ഔലിയാക്കൾ ജീലാനി തങ്ങളുടെ പേരടക്കം സമൂഹത്തോട് പറഞ്ഞു പോയിട്ടുണ്ട്. ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ശിബിലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റു വലിയ വലിയ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഹസനുൽ അസ്കരി വഫാത്താകുന്ന ടൈമിൽ മുരീദന്മാരെ വിളിച്ചിട്ട് അവിടുത്തെ ഷാൾ കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങൾ സൂക്ഷിക്കണം. ഒരു മുരീദിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുന്നത്, നീ സൂക്ഷിക്കണം, ഇത് നിന്റെ കാലം കഴിയുമ്പോൾ മറ്റൊരാളെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കയ്യിലേക്ക് ഇത് എത്തിക്കണം. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ജനിക്കുന്നതിന്റെ 150-ലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത്. ജീലാനി തങ്ങളെ കയ്യിലേക്ക് എന്റെ ഷാൾ എത്തിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. എത്രയോ മഹാന്മാർ ജീലാനി തങ്ങളെ സംബന്ധിച്ച് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാവാമൂദുവിന്ന് കുത്തുബായി വന്നവർ, വനം ആദേളിലും കെളി മികച്ചവർ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ 2 വിഭാഗമാണ്. ആദ്യകാലം അത്രയൊന്നും ഉയർച്ചയൊന്നുമില്ല.
സാധാ ജീവിതം നയിച്ച ആളുകൾ പിന്നീട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹിദായത്ത് കൊണ്ട് മനസ്സുമാറി അള്ളാഹുവിലേക്ക് യാത്ര പോയവർ ഇഷ്ടംപോലെ ഔലിയാക്കളെ കാണാം. ആ രൂപത്തിൽ ആരെയും നാം താഴ്ത്താൻ പാടില്ല. നീ മുമ്പൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ, നീ എന്നാണ് നന്നായതെന്ന് എനിക്കറിയാം എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. അത് പറയാൻ പാടില്ല. അള്ളാഹു ആരെയും ഉയർത്തിയേക്കാം, ഏത് മോശത്തിൽ നടന്നവനെയും ഉയർത്തിയേക്കാം. എത്രയോ വൻകുറ്റങ്ങളുമായി നടന്ന എത്രയോ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാഇന്റെ പട്ടികയിലേക്ക് കയറ്റിയത് കിതാബുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ആരും നല്ലൊരു മനുഷ്യനായി തീർന്നാൽ പിന്നീട് അയാളുടെ ആദ്യകാലത്തെ സംബന്ധിച്ച് നാം പറയുകയോ പുച്ഛിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വിഭാഗം ഔലിയാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇടക്ക് വെച്ച് നന്നാവുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്ത ആളുകൾ വലിയ വലിയ ഔലിയാക്കളെ കൂട്ടത്തിലുണ്ട്. എന്നാൽ കുട്ടിക്കാലം മുതലേ ഒരു കുട്ടിയുടെ സ്വഭാവം പോലും ഇല്ലാതെ ചെറിയ കളിയെങ്കിലും ഇല്ലാതെ ജീവിക്കുന്ന ഔലിയാക്കളുണ്ട്, ജീവിച്ച ഔലിയാക്കളുണ്ട്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ മുഴുവനും അങ്ങനെയാണ്. ഒരു മോശവും കുഞ്ഞനാകുന്ന കാലത്ത് പോലും സംഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെറുപ്പകാലത്തുള്ള ജീവിതമൊക്കെ ചരിത്രത്തിൽ നോക്കിയാൽ അവിടുത്തെ ഔറത്ത് പോലും ആരും കാണാത്ത രൂപത്തിൽ അല്ലാഹു തആല കൊണ്ടു നടന്നു. വല്ലാത്ത നല്ല സ്വഭാവത്തിലുള്ള ജീവിതം ആരും പഠിപ്പിച്ചതല്ല, അള്ളാഹു പോറ്റുകയാണ്. അങ്ങനെ ഈ ഉമ്മത്തിൽ വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞിട്ടുണ്ട്. ഇമാം നവവി അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. കുട്ടിക്കാലത്ത് ചെറിയ മക്കള് പഠിക്കുന്ന കാലത്ത് കളിക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ കരഞ്ഞിരുന്ന പ്രകൃതിയായിരുന്നു ഇമാം നവവി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇമാം സഖാവി, ഇമാം സയൂത്തി ഒക്കെ നബിമാനെ പറ്റി മാത്രം എഴുതിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു കാണാം. അക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ജീലാനി തങ്ങൾ. ജനിച്ചത് റമളാൻ 1 ഖുറത്തുൽ അഹ്ബാബ് ഫീ മനാഖിബിൽ അഖ്താബ് എന്ന ഗ്രന്ഥത്തിൽ അത് പറയുന്നു. റമളാൻ 1 ജനിച്ച ആ കുട്ടി അവിടുത്തെ 90 വയസ്സ് വരെയുള്ള കാലത്ത് റമളാനിൽ പകലിൽ ഒന്നും തന്നെ കുടിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. ജീവിതകാലത്ത് റമളാനിന്റെ പകലിൽ ഒന്നും കഴിച്ചിട്ടില്ല. 1-ാമത്തെ ദിവസം തന്നെ റമളാനിലാണ്. നോമ്പാണെന്നല്ല നമ്മൾ പറയുന്നത്. അല്ലാഹു തആല റമളാൻ മാസത്തിന്റെ പകലിൽ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിപ്പിക്കുന്നില്ല, കുടിക്കാൻ തോന്നിപ്പിക്കുന്നില്ല. മുല കൊടുത്താൽ കുട്ടി തരതിരിച്ച് കളയും, ഒന്നും കഴിക്കുകയില്ല. മഗ്‌രിബായാൽ കുട്ടി മുലക്ക് വേണ്ടി കരയും. ഈ സ്വഭാവം കൊണ്ട് തന്നെ പിറ്റത്തെ വർഷം റമളാൻ മാസത്തിൽ ഈ 30 ദിവസവും ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ അറിയപ്പെട്ടത് കൊണ്ട് ജീലാനിൽ പിറ്റത്തെ വർഷം റമളാൻ 1 തർക്കം വന്നപ്പോൾ ചിലരൊക്കെ ആ കുട്ടി വെള്ളം കുടിക്കുന്നുണ്ടോ, കുട്ടി മുല കുടിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാത്തോവർ. ഇതാണ് മാലയിൽ പറഞ്ഞത്. ബാവാമുതുവിന്ന് മുത്തുബായി വന്നോവർ വനം ആദേളിലും കെളി മികച്ചോവർ. ബാവാമുതുവിൽ നിന്ന് ഉപ്പായിൽ നിന്ന് ഉമ്മയിലേക്ക് മാറുമ്പോൾ തന്നെ, ആ നുതുഫത്ത് മാറുമ്പോൾ തന്നെ അല്ലാഹു തആല ഖുതുബിന്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ജീലാനി തങ്ങൾക്ക്. അങ്ങനെ ഇഷ്ടം പോലെ ഔലിയാക്കളും അമ്പിയാക്കളും അങ്ങനെയുണ്ട്. കുന്തു നബിയ്യം വആദമു ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ച് മൂശയിൽ കിടക്കുന്ന കാലത്ത് ഞാൻ നബിയായിരുന്നു, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആ കാലം മുതൽ വല്ലാത്ത ജീവിതമായിരുന്നു ജീലാനി തങ്ങൾക്ക്. ജനിച്ച അന്നു മുതലേ കറാമത്തുകളാണ്. ജനിച്ച അന്നു മുതലേ അവിടുത്തെ ജീവിതം ഒരു വലിയ മഹാന്റെ ജീവിതമാണ്. അങ്ങനെ അവിടുത്തെ ഉപ്പ ചെറുപ്പത്തിലേ വഫാത്തായി പോയിട്ടുണ്ട്. അവിടുത്തെ ഉമ്മയാണ് അവിടുത്തെ പ്രാരംഭ ഇൽമുകളൊക്കെ കൊടുത്തത്. റിഫായി തങ്ങളുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ഈ മാസം റിഫായി തങ്ങളുടെ മാസമാണ്. ഈ മാസം 12-നാണ് റിഫായി തങ്ങൾ വഫാത്തായത്. അല്ലാഹു അവരുടെ മദദ് കൊണ്ട് നമ്മൾ നന്നാക്കട്ടെ. റിഫായി തങ്ങളും ഇതുപോലെ ജനിക്കുന്നതിന്റെ എത്രയോ മുമ്പ് വിവരം കിട്ടിയവരാണ്. അവിടുത്തെ അമ്മാവന്റെ അരികിൽ മുത്തുനബി വന്നുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ സഹോദരി അടുത്ത 40-ാമത്തെ ദിവസം ഒരു കുട്ടിക്ക് ജന്മം നൽകും. ആ കുട്ടി അമ്പിയാക്കളിൽ ഞാനെങ്ങനെയാണോ അതേ സ്ഥാനമുള്ളവരായിരിക്കും ഔലിയാക്കളിൽ. റിഫായി തങ്ങളായിരുന്നു ആ കുട്ടി. റിഫായി തങ്ങളുടെ ഉമ്മ വയറുമുകളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു,
ഇതിൻ്റെ ഉള്ളിലുള്ളത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? മറുപടി വളരെ കൂടുതലായിരുന്നു. ചോദ്യത്തിനേക്കാൾ കൂടുതലായിരുന്നു മറുപടി. മകനോ മകളെന്ന് ഉമ്മ ചോദിച്ചാരേ, മകനാ റഹ്മതുൽ കബീറന്നൂരത്തോവർ. മകനാണെന്നും അഹമ്മദ് എന്ന പേരാണെന്നും അഹമ്മദുൽ കബീർ എന്ന് പേര് പറയപ്പെടുന്നവരാണെന്നും വയറിൽ നിന്ന് തന്നെ കുട്ടി മറുപടി പറഞ്ഞു. മാലയിൽ കാണാം, വിഫാഴി മാലയിൽ കാണാം. ഔലിയാക്കന്മാർ പലരും അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ പല ഔലിയാക്കൾ, ഇമാം ഷാദുലി മുമ്പേ വിവരം കിട്ടിയവരാണ് സമൂഹത്തിന്. വിഫാഴിതങ്ങൾ എന്ന് പലരും അക്കൂട്ടത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ജീലാനിതങ്ങൾ അവിടുത്തെ തുടക്കം മുതലേ വിലായത്ത് കൊണ്ടറിയപ്പെടുകയും വലിയ വലിയ കറാമത്തുകൾ കുഞ്ഞകാലത്ത് തന്നെ കാണിക്കുകയും ചെയ്തവരാണ്. അവിടുത്തെ 7-ാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. അനുജനും ഉമ്മയും ജീലാനിതങ്ങളും, ഈ 3 പേരാണ് ഒരു കുടുംബത്തിലുള്ളത്. വീട്ടിലൊരു പശുവുണ്ട്. ആ പശുവിനെ പോറ്റുകയും അതിന്റെ പാല് കൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണ് ആ കുടുംബം. ആ പശുവിനെ പഠനം കഴിഞ്ഞ് വന്നാൽ അതിനെ തീറ്റാൻ പോകുന്ന സ്വഭാവം ജീലാനിതങ്ങൾക്കും. ഒരു ദിവസം ഒരു ദുൽഹിജ്ജ 9-ന് ആ പശുവുമായി അതിനെ തീറ്റി വരുമ്പോൾ, അതിനെ മേച്ചു വരുമ്പോൾ ആ പശുവിനൊന്ന് ഓടിച്ചു. ആ പശു എങ്ങോട്ടോ ഓടി. ജീലാനിതങ്ങൾ അതിന്റെ കൂടെ ഓടി. കുറെ അങ്ങെത്തിയപ്പോൾ, ആരാരുമില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ പശു തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു, അലിഹാദാ ഖുലിഖ്ത യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ നിന്നെ ഇതിനു വേണ്ടി പടച്ചതാണോ? അബ്ദുൽ ഖാദിറെ നിന്നെ ഇതിനു വേണ്ടി പടച്ചതാണോ? എന്റെ കൂടെ ഓടാനാണോ നിന്നെ പടച്ചത്? നിന്നെ അള്ളാഹു പടച്ചത് ഇതിനാണോ? റബ്ബിന് ഇബാദത്തിന് വേണ്ടി പടച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ അതാ ജീലാനി തങ്ങളുടെ ഭാഷയിൽ ആ പശു സംസാരിക്കുകയാണ്. ജീലാനി തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ സംസാരം തുളച്ചു കയറി. റബ്ബ് എന്നെ വിളിക്കുന്നു. കാലങ്ങളായി മനസ്സ് മന്ത്രിക്കുന്ന ആശയമാണിത്. ജീലാനിൽ നിന്നാൽ പറ്റൂല. ഇറാനാണ് ജീലാൻ. ഇറാനിലുള്ള ജീലാനിലാണ് മഹാനവറുകൾ ജനിച്ചത്. ഇവിടെ നിന്നാൽ പറ്റൂല. റബ്ബിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പരിസരം തടസ്സമാണ്, കുടുംബം തടസ്സമാണ്, ഉമ്മയും അനുജനുമാണുള്ളത്. അവരെ വിട്ടുകൊണ്ട് എങ്ങനെ പോകും? എൻ്റെ മേൽ കടമകളുണ്ടല്ലോ. അല്ലാഹു തആല തന്റെ ഹൃദയത്തിൽ വന്ന് വിളിക്കുന്നു. കാലങ്ങളായി വിളിക്കുന്നു. പക്ഷേ പോകാൻ തടസ്സങ്ങളാണ്. മനസ്സ് മുഴുവനും റബ്ബിലാണ്. അങ്ങനെ ജീവിച്ച എത്ര ഔലിയാക്കളാണ്. ബാഹ്യത്തിൽ കുടുംബത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ മനസ്സ് റബ്ബിന്റെ അരികിലാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കടമക്ക് വേണ്ടി മാത്രം കുടുംബത്തിൽ ജീവിക്കുന്നു. മലേഷ്യയിലെ അച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് രാജാവിന്റെ മകനായി ജനിച്ച മഹാനായ ബാഹസൻ ജമലുൽ ലൈലി, കടലുണ്ടിയിൽ കിടക്കുന്ന മലബാറിലെ ആദ്യത്തെ ജമലുൽ ലൈലി ഉപ്പ മഹാനവറുകൾ തന്റെ ഉപ്പ ഭരണാധികാരിയായിരുന്നു. അച്ചി എന്ന സ്ഥലത്തുള്ള ഭരണാധികാരിയാണ്. മഹാനവറുകളുടെ ഭരണകൂടത്തിലാണ് മകനുള്ളത്. പക്ഷേ രാജകുടുംബത്തിലാണുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും മനസ്സിന് സമാധാനമില്ല. അല്ലാഹുവിലേക്കെത്തണം, അല്ലാഹുവിലേക്കെത്തണം, അല്ലാഹുവിനെ അറിയണം. ഇതായിരിക്കണം ഒരു മനുഷ്യന്റെ ആഗ്രഹം. അമ്പിയാക്കന്മാര് മുഴുവനും അങ്ങനെയായിരുന്നു. പക്ഷേ മനുഷ്യനെയും കൂടെ കൊണ്ട് നടക്കാനുള്ളൊരു പാകത അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യ കൂടെ അവർ ജീവിച്ചു. അവർക്ക് മരണം വിഷയമല്ല എന്നല്ല, മരിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു അവർ. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ, അല്ലാഹുവേ എനിക്ക് നിന്നിലേക്ക് വരണമല്ലാ, അതുകൊണ്ട് എനിക്ക് ഷഹാദത്ത് തരണമല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് പോയി. ഷഹീദായ സംഭവം നമുക്കറിയാം. ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ കഴിഞ്ഞുകൂടാൻ അവർക്ക് താല്പര്യമില്ല. അയലൈതമാ ബൈനി വബൈനക അമിറൂ വബൈനി വബൈനൽ ആലമീന ഖറാബൂ. ളുടെ ആശയമാണ് എന്റെയും നിന്റെയും ഇടയിലുണ്ടാകുന്ന ബന്ധം അല്ലാഹ്
അത് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹുമായി കണക്ഷനുമില്ല, നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ഏത് നിസ്കാരമാണ് നമ്മൾ നിർവഹിച്ചത്? നോമ്പെടുത്തിട്ടുണ്ട്, പക്ഷേ ഏത് രൂപത്തിലുള്ള നോമ്പാണ് നാം എടുത്തത്? നാം ചിന്തിക്കണം. ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായി പോയി. വലം ഉസ്വല്ലി സിവാ ഫർളിൻ വലം അസുമി ലം ഉസല്ലി സിവാ ഫർളിൻ, സാങ്കല്പിക നിസ്കാരങ്ങളല്ലാതെ എൻ്റെ കയ്യിലില്ല. ഇമാം ബൂസീരി പറഞ്ഞു കാണാം. അതൊക്കെ ഒരു പക്ഷേ ആലങ്കാരികമാണെങ്കിൽ യഥാർത്ഥത്തിൽ സാങ്കല്പിക നിസ്കാരങ്ങൾ നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മുടെ കയ്യിലുള്ള നിസ്കാരം സാങ്കല്പിക നിസ്കാരങ്ങൾ മാത്രമാണ്. അല്ലാഹു നമ്മയൊക്കെ നന്നാക്കട്ടെ. അയാലൈതമാ ബൈനി വബൈനക ആമിറു, അല്ലാഹുവേ എന്റെയും നിന്റെയും ഇടയിലുള്ള ബന്ധങ്ങൾ മുഴുവനും നശിച്ചു. അല്ലാ, എന്റെയും സൃഷ്ടികളുടെ ഇടയിലുള്ള ബന്ധങ്ങൾ അതാ പുരോഗമിച്ചു നിൽക്കുന്നു. നാഥാ, എനിക്കിതിന് താല്പര്യമില്ല. അല്ലാ, എന്റെയും നിന്റെയും ഇടയിലുള്ള ജീവിതം ഒന്ന് നന്നായി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, വബൈനി വബൈനൽ ആലമീന ഖറാബു, എന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ബന്ധം, എന്റെയും ഉപ്പയുടെയും ഇടയിലുള്ള ബന്ധം, എന്റെയും ഉമ്മയുടെയും ഇടയിലുള്ള ബന്ധം, എന്റെയും ഭാര്യയുടെയും ഇടയിലുള്ള ബന്ധം, എന്റെയും ഉസ്താദിന്റെയും ഇടയിലുള്ള ബന്ധം, എന്റെയും ശിഷ്യന്റെയും ഇടയിലുള്ള ബന്ധം, എന്റെയും നാട്ടുകാരുടെയും ഇടയിലുള്ള ബന്ധം, അത് നിലനില്ലെങ്കിലും തമ്പുരാനെ, അത് നഷ്ടപ്പെട്ടാലും തമ്പുരാനെ, നിന്റെയും എൻ്റെ ഇടയിലുള്ള ബന്ധം അതൊന്ന് നിലനിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, സൂഫിയാക്കളുടെ വാക്കുകളാണ്. വലൈതക തഹലുവൽ ഹയാതു മരീറത്തുൻ വലൈതക തർലാവൽ അനാമു ഗിലാബു. അല്ലാഹുവേ, വലൈതക തർലാ, നീ എന്നെ പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിന്റെ വെറുപ്പോട് കൂടെയാണല്ലോ എന്റെ രാപ്പകലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വൽ ഹയാതു മരീറത്തുൻ, ജീവിതം കഴിച്ചുകൊള്ളട്ടെ, ജീവിതം കയ്പുള്ളതായി കൊള്ളട്ടെ, എനിക്ക് പട്ടണമല്ല. പക്ഷേ ഇന്നെന്റെ ജീവിതം രസകരമാണ്. നല്ല വീടാണ്, കിടക്കാൻ നല്ല മെത്തയുണ്ട്, തലയിണയുണ്ട്, ഫാൻ സൗകര്യമുണ്ട്, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, AC ഉണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെയുണ്ട്. അതൊക്കെ സന്തോഷകരമാണ്, മാധുര്യമാണ്. എനിക്കത് വേണ്ട. അല്ലാ, വലൈതക തഹലു, നിന്റെയും എൻ്റെ ഇടയിലുള്ള ബന്ധം അത് കയ്പ് നിറഞ്ഞതായിക്കൊണ്ട് എന്റെയും ഭൗതിക ലോകത്തുള്ള ബന്ധവും ഭൗതികത്തിന്റെയും ഇടയിലുള്ള മാധുര്യമായതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്. അല്ലാ, അതുകൊണ്ട് നാദാ, നിന്റെയും എന്റെയും ഇടയിലുള്ള ബന്ധം മധുരമുള്ളതായി എൻ്റെ ജീവിതം കഴിച്ചുകൊള്ളട്ടെ, കയ്പ് നിറഞ്ഞതായി കൊള്ളട്ടെ. എനിക്കതൊരു പട്ടണമല്ല. വലൈതക തർലാവൽ അനാമു ഗിലാബു, നീ എന്നെ പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ, അല്ലാ, നിന്റെ പൊരുത്തം എനിക്ക് കിട്ടിയെങ്കിൽ ജനങ്ങൾ മുഴുവനും എന്നെ വെറുത്തുകൊള്ളട്ടെ, എനിക്ക് പട്ടണമില്ല. അല്ലാ, وإن صح منك الود فالكل هين فكل الذي فوق تراب. നിന്റെ സ്നേഹം എന്താണെന്ന് എനിക്കറിയില്ല. പലരും നിന്നെ സ്നേഹിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് നിന്റെ സ്നേഹം എന്താണെന്നറിയില്ല. അല്ലാ, ഒരു ബാഹ്യത്തിലുള്ള സ്നേഹമായി ഞാൻ നീങ്ങുന്നു. അതൊരു യഥാർത്ഥത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിന്റെ സ്നേഹം സ്നേഹമായി മനസ്സിൽ രൂഢമൂലമായാൽ ഫകുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബു, ഈ ഭൂമി മുകളിലുള്ള ഒന്നും വലിയതായി തോന്നുകയില്ല. ഈ മണ്ണിന്റെ മുകളിലുള്ളത് മുഴുവനും മണ്ണായി മനസ്സിലാകുന്നതാണ്. സ്വർണമില്ല, വെള്ളിയില്ല, മുഴുവനും മണ്ണിനുള്ളതാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു ഞാൻ. പക്ഷേ നിന്റെ സ്നേഹം എൻ്റെ മനസ്സിൽ അതുപോലെ നിന്നില്ല. وَإِلَّمْ يَكُنْ بَيْنِي وَبَيْنِكَ رِيبَةٌ
നാഥാ എൻ്റെ ജീവിതത്തിൽ എൻ്റെയും നിന്റെയും ഇടയിൽ എത്രയോ പിണക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ കൽപ്പനകൾക്കെതിരിൽ എത്രയോ എൻ്റെ കയ്യിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു കറുപ്പുമില്ലാത്ത സംശയമില്ലാത്ത ജീവിതം എനിക്ക് നിന്റെ ഇടയിലുണ്ടെങ്കിൽ നാദാ ഫകുല്ലു നഈമിൻ സ്വദ്ദ അൻക അദാബു, ഇവിടെ ഏതൊരു അനുഗ്രഹം കിട്ടിയാലും അത് അനുഗ്രഹമല്ല, അത് ശിക്ഷയാണെന്ന് ഉൾക്കൊള്ളുന്ന മനസ്സെനിക്കുണ്ടാകുന്നതാണ്. ഈ മനസ്സിന്റെ ഉടമകളാണ് വീട് വിട്ടിറങ്ങിയത്, ഈ മനസ്സിന്റെ ഉടമകളാണ് ദർസ് വിട്ടിറങ്ങിയത്, ഈ മനസ്സിന്റെ ഉടമകളാണ് ലോകം ചുറ്റിക്കറങ്ങി റബ്ബിനെ തേടി നടന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. വീട് വിട്ട് ഇറങ്ങി പോകുന്നു, ഭാര്യയെ ഒഴിവാക്കി, രാട്ടത്തെ ഒഴിവാക്കി, സുഖങ്ങളുമെല്ലാം ഒഴിവാക്കി, സമ്പത്ത് മുഴുവനും വലിച്ചെറിഞ്ഞ് ഹജർത്തുൽ ഖൽഖ തുറം ഫീ റിളക വഅയ്തംതുൽ റിയാല ലികൈ അറാക വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇറബാ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ തങ്ങളെ കയ്യിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച പണ്ഡിതനാണ്, ഭരണാധികാരിയാണ്, റബ്ബ് മനസ്സിലിരുന്നവരാണ്, റബ്ബിനെ പേടിച്ചവരാണ്. പക്ഷേ നിർബന്ധിത ഭരണകൂടത്തിൽ നിർബന്ധിത രാജാവായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒന്ന് റബ്ബിലേക്ക് എത്തിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന മനസ്സിന്റെ ഉടമക്ക് ആ കൊട്ടാരത്തിൽ നിന്നത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അത് പൂവണിയാതെ മനപ്രയാസത്തോടെ ജീവിക്കുന്ന ഇബ്രാഹിം, എത്രയോ സംഭവങ്ങൾ അതാ റിയാദുൽ ഹിക്കം ഫീ മനാഖിബി ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥത്തിലൊക്കെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ചരിത്രം പറഞ്ഞു കാണാം. ആ കൊട്ടാരത്തിൽ നിന്ന് മഹാനവർ ഇറങ്ങാൻ കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്, നീളുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു ദിനം വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. ഭാര്യയോട് പറഞ്ഞിട്ടില്ല, ഗർഭിണിയായ ഭാര്യ, അവളോട് പറയാതെ ആരോടും പറയാതെ പാതിരാവിൽ ഒരു ഫഖീറിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് അതാ നടക്കുകയാണ്. കുറെ അങ്ങ് അകലെ എത്തുമ്പോൾ റബ്ബിലേക്ക് കൈപൊക്കിക്കൊണ്ട് പാടുകയാണ്, നാദാ ഹജർത്തുൽ ഖൽഖ തുറം ഫീ റിളക, നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഞാനിതാ സൃഷ്ടികളെ പാടെ ഒഴിവാക്കിയിരിക്കുന്നു തമ്പുരാനെ. വഅയ്തംതുൽ റിയാല ലികൈ അറാക, നിന്നെ ഒന്ന് മനസ്സുകൊണ്ട് ദർശിക്കണമല്ല, അല്ലെങ്കിൽ നിന്നെ ഒന്ന് സന്തോഷത്തോടെ ആഖിറത്തിൽ കാണണമല്ല. അതിന് സൃഷ്ടികൾ മുഴുവനും തടസ്സമാണ്. അതിനെ അതിജയിച്ച് പോകാൻ, ദുനിയാവിനെ അതിജയിച്ച് പോകാൻ എനിക്ക് കഴിയുന്നില്ല നാദാ. ദുനിയാവിനെ ഓവർടേക്ക് ചെയ്യുന്നു നാദാ. അതുകൊണ്ട് ഞാൻ ദുനിയാവിനെ വലിച്ചെറിയുന്നു തമ്പുരാനെ. വഅയ്തംതുൽ റിയാല ലികൈ അറാക, നീയുമായെന്ന് ബന്ധപ്പെടാൻ എന്റെ മക്കളെ ഞാൻ യതീമാക്കാൻ തീരുമാനിച്ചു അല്ലാ. നിന്റെ പ്രേമത്തിൽ നീ എന്നെ എന്ത് ചെയ്താലും എനിക്ക് പട്ടമില്ല അല്ലാ. ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക, എന്റെ മനസ്സിനിലേക്കല്ലാതെ തിരിയുന്ന പട്ടമില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മനസ്സോടുകൂടാതെ ബഹുമാനപ്പെട്ടവർ ഖുറാസാനിലേക്ക് നടക്കുകയാണ്. വണ്ടി കയറുകയല്ല, നടക്കുകയാണ്. ഖുറാസാൻ മലയിൽ ആയിരക്കണക്കിന് സുഹാദി ജീവിക്കുന്ന മലയാണ്. ഭക്ഷണമുണ്ടോ, ഹോട്ടലുണ്ടോ അരികിൽ? ഇല്ല. വെള്ള സൗകര്യങ്ങളുണ്ടോ? ഇല്ല. ആ മലമുകളിൽ പച്ചില തിന്നുകൊണ്ടും മറ്റും ജീവിച്ച് റബ്ബിലേക്ക് അടുക്കുന്ന ഖുറാസാൻ മലയിലെ ആയിരക്കണക്കിന് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിമും ചെന്ന് കൂടുകയാണ്. ചരിത്രം ദൈർഘ്യമുള്ളതാണ്, ഞാൻ ചുരുക്കുന്നു. ഇബ്രാഹിം അദ്ഹം അവിടെ എത്തി. ഭാര്യ പ്രസവിച്ചു, കാലങ്ങൾ കഴിഞ്ഞു.
മകന് 10-21 വയസ്സായി. ഭരണരംഗത്തേക്ക് മകൻ കയറി വന്നു. ഉപ്പയെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ ഉമ്മയോട് അന്വേഷിച്ചു. ഉമ്മയുടെ കയ്യിലുള്ള വിവരങ്ങൾ മകനോട് പറഞ്ഞു. ഖുറാസാൻ മലയിൽ നിന്റെ ഉപ്പയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, നമുക്കൊന്ന് ഉപ്പയെ തിരഞ്ഞു പോകാമെന്ന് അതാ മകൻ പറയുന്നു. ആ മകനോടുകൂടെ ആ ഉമ്മയോടുകൂടെ ആ മകനതാ ഖുറാസാൻ മലയിലേക്ക് അതാ നീങ്ങുന്നു. ഉപ്പയെ കാണിച്ചു കൊടുക്കുന്നു. ചരിത്രം ദീർഘമാണ്. അതാ ശരീരത്തിൽ എല്ലും തോലുമിൽ അല്ലാതെ ബാക്കിയില്ല. ദുനിയാവിന് വേണ്ടി ജീവിക്കാത്ത മനുഷ്യർ, അതാ ശരീരത്തെ നന്നാക്കാൻ താല്പര്യമുള്ളവരല്ല അവർ, ആരോഗ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുന്നവരല്ല അവർ, ജീവിക്കാനുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് അവർ. അവരുടെ ചരിത്രമൊന്നും പറയാൻ പോലും നമുക്ക് അവകാശമില്ല. സുഖങ്ങൾ എന്തെന്ന് അവർക്കറിയില്ല. ആ ജീവിതം റബ്ബിന് വേണ്ടി പാതിരാവുകൾ തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ. പാതിരാവുകളിൽ ഉറക്കവർക്കില്ല. രാത്രികൾ മുഴുവനും അതാ റബ്ബിലുള്ള ചിന്തയാണ്. ولولا الليالي لما عاشوا وقالوا آيا ليت الزمان جميعه بليلاتي. രാത്രിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞവരാണ്. റബ്ബുമായുള്ള കണക്ഷൻ ഉണ്ടാകാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം രാത്രിയാണ്. റബ്ബിന്റെ റഹ്മത്ത് നിറഞ്ഞ ടൈം രാത്രിയാണ്. സുറച്ചിരിക്കാൻ ഏറ്റവും നട്ടമുള്ള ടൈം രാത്രിയാണ്. റബ്ബിനോട് ബന്ധപ്പെട്ടിരിക്കാൻ ഏറ്റവും പറ്റിയ ടൈം രാത്രിയാണ്. അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ പറയുന്നു, പകലിൽ എന്തേ മെല്ലെ ഓതാനുള്ള കാരണം, ളുഹുർ അസ്ർ നിസ്കാരങ്ങളിൽ മെല്ലെ ഓതാനുള്ള കാരണം അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ടൈമാണ് പകല്. അല്ലാഹുവിന്റെ ഗൗരവത്തിന്റെ ടൈമാണ് പകല്. ജലാലിയത്തിന്റെ ടൈമിൽ അല്ലാഹുവിനോട് ഉറക്കെ സംസാരിക്കാൻ അടിമക്ക് ഒരിക്കലും തന്നെ ധൈര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പകലിൽ മെല്ലെ ഓതേണ്ടി വന്നതെന്ന് ഇമാം ഷഅറാനി തങ്ങൾ പറയുന്നു. രാത്രിയിലോ അല്ലാഹുവിന്റെ ജമാലിയത്തിന്റെ ടൈമാണ്. ഏത് ദോഷിയെയും സ്വീകരിക്കുന്ന ടൈമാണ്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യൻസിലു റബ്ബുനാ തബാറക വ തആല ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതിക്കൊത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ടൈമാണ് പാതിരാ ടൈം. അല്ലാഹു മനുഷ്യനൊത്തുകൊണ്ട് ഇറങ്ങി വരുന്ന, മനുഷ്യന്റെ പ്രകൃതിയിലേക്ക് പ്രവർത്തനം കൊണ്ട് ഇറങ്ങി വരുന്ന ടൈമാണ് പാതിരാ ടൈം. ആ ടൈമിൽ അത് പറയുന്നു, മോനെ, എന്റെ അടിമയായവനെ, നീ തെറ്റ് ചെയ്തെങ്കിൽ എന്നോട് പൊറുക്കലിനെ തേടൂ, നീ പ്രാർത്ഥിച്ചോളൂ, ഞാൻ മറുപടി പറയാമെന്ന് എല്ലാ രാത്രിയിലും അല്ലാഹു തആല പറയുന്നുണ്ടെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ടൈമിൽ സൃഷ്ടിയുടെ പ്രകൃതിക്കനുസരിച്ച് നീങ്ങുന്ന ടൈമാണ്. അതുകൊണ്ട് ആ റബ്ബുമായി ബന്ധപ്പെടാൻ പറ്റിയ ടൈം രാത്രിയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറക്കെ ഓതാൻ ധൈര്യം കൊടുക്കേണ്ട ടൈമാണ്. മനുഷ്യന്മാര് കൂടുതൽ ഒരുമിച്ച് കൂടുന്ന ടൈമാണല്ലോ. അതാ ജുമുഅ ദിവസം, പെരുന്നാളിന്റെ ദിവസമൊക്കെ പകലിൽ അല്ലാഹുവിന്റെ അടിമകൾ കൂടുതൽ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ പ്രകടനം കുറക്കുമെന്നും ആ ടൈമിൽ ഉറക്കെ ഓതാമെന്നും ജുമുഅക്കും പെരുന്നാളിനും അല്ലാഹു വെച്ചു എന്നാണ് സൂഫിയാക്കൾ പറഞ്ഞത്. അതിരിക്കട്ടെ, രാത്രികൾ മുഴുവൻ റബ്ബിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അല്ലാഹ് എന്ന ചിന്തയിൽ പാതിരാ മുഴുവനും ചെലവഴിക്കുന്നു. പകലായാൽ അതാ അവിടുത്തെ പ്രത്യേക കൃത്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ വിറക് വെട്ടിക്കൊണ്ട് ആ വിറക് വിറ്റുകൊണ്ട് അതിൽ നിന്ന് അല്പം കാശ് സദഖ ചെയ്യുകയും അല്പം പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങുകയും ബാക്കിയുള്ളത് മുഴുവനും സദഖ ചെയ്യുകയും അങ്ങനെ ഖുറാസാൻ മലയിൽ മുളയുകയും ചെയ്തിരുന്ന ആയിരക്കണക്കിന് ഔലിയാക്കളിൽ ഒരു വ്യക്തിയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം. ആ മഹാൻ അതാ മകനും ഭാര്യയും കൂടെ വന്ന്, മോനെ, നിന്റെ ഉപ്പ മുഖച്ചായ കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നു, അതാണ് ഉപ്പയുടെ ശരീരത്തിൽ തോൽ ഒട്ടിപ്പോയിരിക്കുന്നു, രാജാവാണ്, പക്ഷേ ഒരു ഫഖീറിനേക്കാൾ താഴ്ന്നു പോയിരിക്കുന്നു. ദൂരെ പേടിച്ചുകൊണ്ട് നിന്ന ഭാര്യ മകനെ വിടുകയാണ്. മകൻ ചെന്ന് ഉപ്പയോട് സലാം പറഞ്ഞു. ചരിത്രം ദീർഘമാണ്. ആ മകന്റെ സലാം മടക്കി, മൻ അൻതനി, ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മകനാണ്,
ഇത് പറയുമ്പോൾ നീ മുസ്ലിമാണോ? അതേ, നീ ഇൽമു പഠിച്ചിട്ടുണ്ടോ? ഒരു മകനോട് ഉപ്പ ചോദിക്കുന്ന വാക്കുകളാണ്. അതേ, ഇൽമു പഠിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ മകനോട് പറയുന്നു, നമുക്ക് പിരിയാം. സൃഷ്ടികളെ മുഴുവനും മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് റബ്ബിലേക്ക് പുറപ്പെട്ട അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയ്ക്ക് അതിനല്ലാതെ കഴിയില്ല. ആ മകൻ പറയുന്നു, ഉപ്പാ, ഒരിക്കലും തന്നെ എന്നെ ഒഴിവാക്കരുത് ഉപ്പാ. എന്റെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ ഒരിക്കലും ഭരണത്തിന്റെ ഒരു കാര്യവും നോക്കണ്ട, മുഴുവനും ഞാൻ ചെയ്തു കൊള്ളാം. നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് കൊണ്ട് ഇബാദത്തെടുക്കാം. ഒരിക്കലുമില്ല മകനെ എന്ന് അങ്ങുമിങ്ങും സംസാരിച്ച് കുറെ അങ്ങ് പറയുമ്പോൾ മകനെന്ന് പറയുന്ന പ്രകൃതി മനുഷ്യനുണ്ടല്ലോ, സ്നേഹം എന്നത് അല്ലാഹു തആല മനസ്സിൽ വെച്ചവരല്ലേ മനുഷ്യജീവികൾ. അതുകൊണ്ട് തന്നെ മകൻ എന്ന നിലക്ക് കുറെ അങ്ങ് പറഞ്ഞപ്പോൾ മനസ്സങ്ങ് വേദനിച്ചു പോയി. മനസ്സിലേക്ക് മകനങ്ങ് കയറിപ്പോയി. ആ ടൈമിന് രണ്ട് ചെവിടിലും അലക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രേമമെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ നീ ഇപ്പോൾ സൃഷ്ടികളിലേക്ക് ചിന്തിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാണ്. മകനുമായി കുറെ സംസാരിക്കുമ്പോൾ മോനെ ആഖിറത്തിൽ കാണാം അബുവാണോ അപ്പോൾ ജവാബ് മകനിലോ ദൈ അരിമക്ക നീയേ നാം കാണും ഖിയാമത്ത്. സുബ്ഹാനല്ലാഹ്, മോനെ ഖിയാമത്ത് നാളിൽ കാണാം, ഇപ്പോൾ നിനക്ക് പോകാം എന്നൊക്കെ കുറെ പറഞ്ഞെങ്കിലും മകന്റെ വേദന കേട്ട് മനസ്സൊന്ന് മകനിലേക്ക് ചാഞ്ഞപ്പോൾ ആ ഉപ്പയുടെ കാതിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വിളി, സൃഷ്ടികളെ മുഴുവനും ഒഴിവാക്കി എന്നിലേക്ക് പുറപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ സൃഷ്ടിയിലേക്ക് തിരിയുകയാണോ? ഇതെന്ന് കേൾക്കുമ്പോൾ മനസ്സങ്ങ് പൊട്ടിപ്പോയി. കാലങ്ങളെ കൊണ്ട് നേടിയെടുത്തതായ വലിയ സ്നേഹമെന്ന് പറയുന്ന ആ ബന്ധത്തിന് വല്ല കേടും പറ്റുമോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം അതാ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഇനി ഈ ടൈം ഇവിടെ നിന്ന് നീങ്ങാൻ പറ്റില്ല അല്ലാ. എന്നെയോ മകനെയോ നിന്നെ കൊള്ളപ്പീടിക്ക് എനിക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലാ. എന്നെയോ എൻ്റെ മകനെയോ ഇപ്പോൾ തന്നെ നീ മരിപ്പിക്കണമെന്ന് പറയുമ്പോൾ ചിന്നന്യൻ നുന്നൽ കേട്ടുള്ള സമയം തന്നിൽ മുത്തായ പുത്തീരൻ വീണ് മാരിച്ചന്നേരം അന്നാവീടത്തിലായി ഉണ്ടായ സംഭവങ്ങൾ ആർക്കും പറഞ്ഞാലോ ദുങ്ങാകൂതുകൂലങ്ങൾ. ഇബ്രാഹിം കിസ്സപ്പാട്ടിൽ കാണാം, ദിയാദുൽ ഹകം ഫീ മനാഖിബി ഇബ്രാഹിം അദ്ദേഹം എന്ന കിതാബിൽ നേരെ അറബിയിൽ പറഞ്ഞതും കാണാം. എന്റെ മകനെയോ എന്നെയോ നിന്നെ കൊള്ള പിടിക്കിയെന്ന ചിന്നൻ എന്നുന്നൽ എന്റെ കുട്ടി എന്ന വാക്കങ്ങ് പറയലോടുകൂടെ മുത്തായ പുത്തീരൻ വീണ് മാരിച്ച നേരം നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് പോവുക എന്നൊരു ലോകമുണ്ട്, അള്ളാഹുവിലേക്ക് നീങ്ങുക എന്നൊരു ലോകമുണ്ട്. നാളെ തന്നെ ഇറങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്. ആര് വാഴ്ന്നു പറഞ്ഞാലും ഇറങ്ങാൻ നമ്മൾ തയ്യാറുമില്ല, പറയുന്ന ഞാനുമില്ല, കേൾക്കുന്ന നിങ്ങളുമില്ല. പക്ഷേ റബ്ബെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് കേട്ടോ. ഈ സുഖങ്ങളൊക്കെ തീരുന്നൊരു ഘട്ടമുണ്ട് കേട്ടോ. മനസ്സുകൊണ്ടെങ്കിലും റബ്ബിലേക്ക് യാത്ര നിർബന്ധമാണ്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നിസ്കരിക്കല്ല, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നോമ്പെടുക്കല്ല, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തല്ല, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ കർമ്മങ്ങളൊന്നും ചെയ്യല്ല. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. റബ്ബിലേക്ക് നീങ്ങാൻ പശുവിന്റെ നാവിലൂടെ റബ്ബ് സംസാരിക്കുകയാണ്. അലിഹാദാ ഖുലിഖത യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ നിന്നെ ഇതിനു വേണ്ടി പടച്ചതാണോ എന്ന് പശുവിന്റെ നാവിലൂടെ റബ്ബ് സംസാരിക്കുന്നത് കേൾക്കുന്നു. മനസ്സിലേക്ക് ഈ ആശയം തുളഞ്ഞു കയറിയ ജീലാനി തങ്ങൾ ആദ്യമേ ഈ ആശയത്തിലുള്ള ജീലാനി തങ്ങൾ തന്നെ തട്ടിയുണർത്തുന്ന വാക്ക് കേട്ട് പരിഭ്രമിച്ചു
അടിച്ചുകൊണ്ട് ഈ പശുവുമായി വീട്ടിലേക്ക് പോകുന്നു. അലയിൽ പശുവിനെ കെട്ടിക്കൊണ്ട് വീടിന്റെ തട്ടുമുകളിൽ കയറി അതാ ബഗ്ദാദിൽ നിന്ന് അതാ അള്ളാഹുവിന്റെ വീടായ കഅബാലയം ഒരു മുഅ്മിനിന്റെ വിഷമങ്ങൾ പറയുമ്പോൾ അഥവാ പ്രാർത്ഥന നടത്തുമ്പോൾ പ്രത്യേകമായി തിരിഞ്ഞു നിൽക്കേണ്ട ഭാഗം, വുളൂ ചെയ്യുമ്പോൾ തിരിഞ്ഞു നിൽക്കേണ്ട ഭാഗം, നിസ്കാരങ്ങളിലൊക്കെ തിരിഞ്ഞു നിൽക്കേണ്ട ഭാഗം, നന്മകളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു ചെയ്യണം. സ്വലാത്ത് ചൊല്ലുമ്പോൾ അതുപോലെ ദിക്റ് ചൊല്ലുമ്പോൾ പ്രത്യേക ഹൽക്കകളൊന്നുമല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ അങ്ങോട്ട് തിരിഞ്ഞെടുത്ത വുളൂ, ആ വുളൂ അതാ സാധാരണ വുളൂ പോലെയല്ല. അല്ലാഹ് പറഞ്ഞു ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് അവർ കഅബാലയത്തോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു അത് മുഴുവനും ഹിദായത്തിന്റെ ഭാഗമേ ആവുകയുള്ളൂ എന്ന് അല്ലാഹു സൂചിപ്പിച്ചു. അങ്ങോട്ട് തിരിഞ്ഞെടുക്കുന്ന വുളൂ, ആ വുളൂ കൊണ്ടുള്ള നിസ്കാരത്തിന്റെ ഭക്തി, ആ ഖിബലയിലേക്ക് തിരിയാതെടുത്ത വുളൂവിനില്ല സഹോദരന്മാരെ. അതാണ് വുളൂവിന്റെ ബർക്കത്ത് എന്ന് പറയുന്നത്. വുളൂ മുതലേ ബർക്കത്ത് വേണം. അത് കഴിഞ്ഞ് ബാങ്കും ഇഖാമത്തും കൊടുത്തുകൊണ്ടുള്ള നിസ്കാരം, അതിന്റെ ഭക്തി, അത് രണ്ടും ചെയ്യാത്ത നിസ്കാരത്തിന് ലഭിക്കുകയില്ല. ഇങ്ങനെ സുന്നത്തുകളൊക്കെ എടുത്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മുമ്പിലുള്ള നിസ്കാരം സാലിഹീങ്ങളുടെ നിസ്കാരമായി മാറുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. കഅബാലയത്തിന്റെ നേരെ പിന്തിരിഞ്ഞിന്ന് ഒളൂ ചെയ്യല്ല. ഇന്ന് പള്ളികളുടെ ഹൗലുകൾ മുഴുവനും സൗകര്യമുള്ളൊരു ചുമരിലൊട്ടിച്ച് ഉണ്ടാക്കുന്ന സ്വഭാവമാണ്. ആരോട് പറയാൻ, എന്ത് ചെയ്യാൻ ആര് പറയാനുണ്ട്? ഇരുന്ന് ഒളൂ ചെയ്യൽ സുന്നത്താണ്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഇരുന്ന് ഒളൂ ചെയ്യാൻ പറ്റിയൊരു പള്ളിയുമില്ല. അങ്ങനെ ഒരു ഹൗൽ ഉണ്ടാക്കിയാൽ പഴഞ്ചനായി പോകുന്ന കാലമാണ്. വല്ലാത്ത ദുഃഖം തന്നെ. മുഴുവൻ സുന്നത്തുകളും പാടെ തൂത്തെറിയപ്പെട്ടു. കഅബയിലേക്ക് തിരിഞ്ഞു ഒളൂ ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം അതാ കറക്റ്റിലാക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് കഅബാലയത്തിലേക്ക് ബഗ്ദാദ് ഭാഗത്ത് നിന്ന് തിരിയുകയാണ്. ബഹുമാനപ്പെട്ട ജീലാനി നിങ്ങൾ വീടിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് തിരിയുന്നു. എല്ലാവർക്കും അണിച്ചെന്നണയാനുള്ള സ്ഥലം കഅബാലയമാണ്. ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ അതാ അവൻ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കല് സുന്നത്താണ്. മരിച്ചാൽ അങ്ങോട്ട് കിടത്തല് സുന്നത്താണ്. എന്നാൽ ഖബറിലും അങ്ങോട്ട് കിടത്തല് സുന്നത്താണ്. ആ വീട്ടിലെ ലക്ഷ്യം വെച്ചാണ് മനുഷ്യന്റെ മനസ്സിന് അല്ലാഹു തആല ഇബാദത്തിന്റെ രൂപത്തിലൊക്കെ പടച്ചിട്ടുള്ളത്. അതിരിക്കട്ടെ, ജീലാനി തങ്ങൾ മക്കയിലേക്ക്, കഅബയിലേക്ക്, അതാ അറേബ്യയിലേക്ക്, ഹിജാസിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണ്. അല്ലാഹു എന്നെ വിളിക്കുന്നു. ഭൂമിശാസ്ത്ര നിയമമനുസരിച്ച് ബഗ്ദാദിൽ നിന്ന് ഒരിക്കലും നഗ്നനേത്രങ്ങളെ കൊണ്ട് കഅബാലയം കാണാൻ പ്രയാസമാണ്. ദീർഘ കാഴ്ച ഉണ്ടെങ്കിൽ തന്നെ ബഗ്ദാദിന്റെ പരപ്പിന്റെ ഉള്ളിലല്ല മക്കയും അറഫയും മിനയും മുസ്ദലിഫയും ഉള്ളത്. ഭൂമി ഉരുണ്ടത് കൊണ്ട് തന്നെ, ഉദയാസ്തമാനം വ്യത്യാസമുണ്ടായത് കൊണ്ട് തന്നെ നേർക്ക് കാണാൻ പ്രയാസമാണ്. പക്ഷേ അല്ലാഹു ജീലാനി തങ്ങളെ വിളിക്കുകയാണ്. തന്റെ നോട്ടം ദുൽഹിജ്ജ 9 ആ പകലിൽ നോക്കുമ്പോൾ അറഫ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അല്ലാഹുവിലേക്ക് വാവിട്ട് കരയുന്ന രംഗം ജീലാനി തങ്ങളെ അതാ കണ്ണിൽ കാണുന്നു. കാതിലാ ശബ്ദങ്ങൾ കേൾക്കുന്നു. വീണ്ടും അല്ലാഹു എന്നെ വിളിക്കുന്നു എന്ന മനസ്സ് വരുന്നു. പരിഭ്രമത്തോടുകൂടെ വീടിന്റെ അടിയിലേക്ക് ഇറങ്ങി വന്ന് അല്ലാഹുവിന്റെ വലിയത്തായ അമത്തുൽ ജബ്ബാർ ഫാത്തിമ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ അബ്ദുല്ലാഹി സൗമഈ എന്ന ഔലിയാക്കളിൽപ്പെട്ട മഹാനവരുടെ പേരമകളായ ഫാത്തിമ മഹദിയുടെ അരികിൽ വന്നിട്ട് പറയുന്നു, ഉമ്മാ ഖല്ലീനി ലില്ലാ, അല്ലാഹുവിലേക്ക് എന്നെ വിട്ടുതരണം ഉമ്മാ. അടുത്ത പള്ളിയിലേക്ക് ഓതാൻ പോവുകയാണോ? അല്ല അല്ല, റബ്ബിലേക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പൊരുത്തപ്പെട്ട് എന്നെ പാടെ ഒഴിവാക്കി തരണമെന്നാണ് ജീലാനി തങ്ങൾ പറയുന്നത്. ഉമ്മാന്റെ സമ്മതം അതിന് ആവശ്യമുണ്ടല്ലോ. ഉപ്പയില്ല,
ആ ചെറിയ കുടുംബത്തിന് തണലായ ജീലാനി പോവുകയാണ്. അള്ളാഹുവിനെ മനസ്സറിഞ്ഞ സ്ത്രീകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. സയ്യിദത്തുന ആയിഷ, അതുപോലെ തന്നെ ഖദീജ, അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ മറിയം, ആസിയ, ഹന്ന, സാറ, ഹാജർ പോലുള്ള മഹദിമാർ ആയിരക്കണക്കിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. റബ്ബേ എന്ന് മാത്രം ചിന്തിച്ച് നടന്ന എത്ര സ്ത്രീകളാണ്. സയ്യിദത്തി നഫീസത്തുൽ മിസ്രിയ, ഉമ്മമാരെ, ആഖിറം എന്ന് പറയുന്ന ഒരു ലോകം നമുക്കുള്ളതാണ്. ഈ കളിയൊക്കെ ഒന്ന് മനസ്സിന്ന് മാറ്റി അതാ ബാഹ്യത്തിലുള്ള കടമകളൊക്കെ നാം ചെയ്യുന്നുണ്ടെങ്കിലും റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് കൊടുത്ത് അതാ മരണശേഷത്തിലേക്കുള്ള എന്തെങ്കിലും തയ്യാർ ചെയ്യൂ. നിങ്ങളെപ്പോലെ ഭർത്താവുള്ള മക്കളുള്ള ഒരു വലിയ മഹദിയാണ് നഫീസ. ഉതി പകലിൽ ഒക്കെയും നൽ നോമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടും സാദത്തെ. ഉദിച്ച പകലിൽ മുഴുവനും പെരുന്നാളിന്റെ ദിവസങ്ങളും അയ്യാമുത്ത ശരീഅത്തിന്റെ ദിവസങ്ങളുമല്ലാത്ത മുഴുവൻ കാലവും അല്ലാഹുവിന് നോമ്പെടുത്തവരാണ്. ഉതി പകലിൽ ഒക്കെയും നൽ നോമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടും സാദത്തെ. ഉറങ്ങാതെ രാത്രികളിൽ നിസ്കരിക്കുന്ന നഫീസ. ക്ഷീണം വരുമ്പോൾ ശരീരത്തോട് പറയും, ശരീരമേ ഉറങ്ങാനായില്ല, ഉറങ്ങാൻ ഖബറിൽ നീണ്ട കാലമുണ്ട് കേട്ടോ. അല്ലാഹു അവരൊക്കെ മദദ് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. വലിയ പെണ്ണാണ് മരതക പുന്നാരബി ബാധത്തെടുക്കുന്നേ. മണ്ഡകത്തിൽ ഉണ്ടുകൂടാ വണ്ടതിയിൽ നിന്റെ. ത്രിനാള് കൂടും കൂടെ കൊള്ള കൈ നീട്ടി തന്മനം പോലുള്ള തീനെ എടുത്തു തിന്നും കാട്ടി. ഭക്ഷണമില്ലാതെ ഇബാദത്തെടുക്കുന്ന നഫീസത്തുൽ മിസ്രിയ, അല്ലാഹു ലയിച്ച മനസ്സിന്റെ ഉടമയായ നഫീസ, തന്റെ മണ്ഡപത്തിൽ തന്റെ ഇബാദത്തെടുക്കുന്ന റൂമിൽ അതാ ഒരു പാത്രമുണ്ട്. ഉണ്ട് കൂടാ വണ്ടതിയിൽ നിന്നെ. ത്രിനാള് കൂടും, 3 ദിവസം കൂടുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിലേക്ക് കൈനീട്ടി തന്മനം പോലുള്ള തീനെ എടുത്തു തിന്നും കാട്ടി. 3 ദിവസം കൂടുമ്പോൾ അതിലേക്ക് കൈനീട്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുന്നു. അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. റബ്ബിലേക്ക് തിരിഞ്ഞ മഹദിമാർ, അതിൽപ്പെട്ടവരാണ് മഹദിയായ ഫാത്തിമ. ജിലാനി തങ്ങളുടെ ഉമ്മയായ ഫാത്തിമ, മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന, അല്ലാഹു നിറഞ്ഞു നിൽക്കുന്ന ഫാത്തിമ ആ മകനോട് ഒന്നും തന്നെ വിഷമം പറയുന്നില്ല. മോനെ, നിങ്ങൾക്ക് പോകാം. സഹോദരിമാരെ, നമ്മളെ മക്കളെ ആഖിറത്തിന് വേണ്ടി ഒന്നിനെങ്കിലും ഒരു മുസ്ലിയാരേക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒന്നിനെങ്കിലും മതപഠനത്തിൽ പഠിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഭൗതികമല്ലേ നമ്മുടെ മനസ്സിൽ കൂടുതൽ കയറിയത്. ആ രംഗം തളരാൻ പാടില്ല എന്ന ചിന്തയല്ലേ ഉമ്മ ഉപ്പമാർക്കുള്ളത്. എൻ്റെ മീസാനിലേക്കൊരു മകന് വേണം, എനിക്ക് ആഖിറത്തിൽ ഭാരം തൂങ്ങാൻ, എൻ്റെ ഹസനാത്ത് ഭാരം തൂങ്ങാൻ ഒരു മകള് വേണം, ഒരു മകന് വേണം എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇല്ല, ഇല്ല. ഭൗതിക രംഗത്ത് ഏതെങ്കിലും സ്ഥാനം പിടിച്ചു കിട്ടണം, എങ്ങനെങ്കിലുമൊക്കെ നല്ല ശമ്പളമുള്ളൊരു ജോലി കിട്ടണം, അതിന് പറ്റിയ പഠനങ്ങൾ എൻ്റെ മകന് വേണം. അത് ഇസ്ലാമിൻ്റെ പേരിലും മല പേരിലും പറഞ്ഞ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ നമ്മൾ. തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആഖിറത്തിലേക്കൊരു വേള ചിന്തിക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മളെ മക്കളെ മതചിട്ടക്കൂട്ടിലായി വളർത്താൻ നമ്മൾ മറന്നുപോയി. മതചിട്ടയില്ലാത്ത മക്കളായി പോയി. അതിനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളായ നമ്മളിലാണ്, പ്രത്യേകിച്ച് ഉമ്മമാരിലാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം എന്ന് പറയുന്നത് ഉമ്മമാരാണ് കുട്ടികളെ സ്വർഗത്തിലേക്ക് കടത്തേണ്ടത്. ഉമ്മമാരുടെ കാലിന്റെ അരികിലാണ്
ഇടയിലാണ് സ്വർഗമുള്ളത് നരകമുള്ളത്. അവർക്ക് ഇഷ്ടം പോലെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും മക്കളെ ആക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഉപ്പമാരൊരു പക്ഷേ നേരം പുലർന്ന് ജോലിക്ക് പോകുന്നവരായേക്കാം. മക്കളെ നോക്കേണ്ടതും അവരെ മതചിട്ട പഠിപ്പിക്കേണ്ടതും ഉമ്മമാരാണ്. ആ ഉമ്മമാര് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മക്കൾ നരകത്തിലാണ്. അതിന് മുഴുവനും ഉത്തരവാദിത്വം ഉമ്മമാരാണ്. നിങ്ങളങ്ങ് നന്നായി മക്കളങ്ങ് മോശമായാൽ നിങ്ങളുടെ മക്കൾ അങ്ങ് നരകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കണ്ട. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി. പടച്ചവനെ, മനുഷ്യരിൽ അതാ ഒരു വിഭാഗം എന്നെ വഞ്ചിച്ചു പോയി. അല്ലാ, എനിക്ക് മതം പഠിപ്പിച്ചില്ല എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ, എനിക്ക് മതം പറഞ്ഞു തന്നില്ല, എന്നെ ഭൗതികത്തിലേക്ക് പ്രേരിപ്പിച്ചു. അതുകൊണ്ട് അവരെ ഒന്ന് ഞാൻ കാണട്ടെ, എനിക്കൊന്ന് അവരുടെ നെഞ്ചിൽ ചവിട്ടി കയറണം അല്ലാ എന്ന് ഈ മക്കൾ പറയുമെന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ഉമ്മ, ആഖിറത്തിനെ ഭയപ്പെട്ട ആ ഉമ്മ പറയുന്നു, മോനെ നിങ്ങൾക്ക് പോകാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. യാത്രക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മകനോട് പറയുന്നു, മോനെ, നിങ്ങളുടെ ഉപ്പ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മകന് വേണ്ടിയും 40 പൊന്നിവിടെ വെച്ച് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് 40 ഉണ്ട്, മകന് 40 ഉണ്ട്, അതും കൂടെ കൊണ്ടുപോകണം മോനെ എന്ന് പറഞ്ഞ് അവിടുത്തെ ഷർട്ടിന്റെ ഉള്ളിൽ അതാ ചെറിയൊരു ശീലയെടുത്ത് അതിന്റെ ചുറ്റുഭാഗത്തും തുന്നി അതിന്റെ ഉള്ളിലേക്ക് അത് വെച്ച് ആ ഭാഗവും തുന്നുകയാണ്. തുന്നിയിട്ട് മകനെ സംരക്ഷണത്തിന് വേണ്ടി അതാ ഒരിക്കലും തന്നെ കള്ളന്മാരോ മറ്റോ എടുത്തു പോകാതിരിക്കാൻ വേണ്ടി അതാ ബഗ്ദാദിലേക്ക് പോകുന്ന മകനോട് പറയുന്നു, നിങ്ങൾക്ക് അവിടെ എത്തിയാൽ നിങ്ങൾക്കിത് പൊട്ടിച്ചെടുക്കാം. ഈ വെച്ച സ്ഥലമെല്ലാം നല്ലപോലെ കാണിച്ചു കൊടുത്ത് ആ ഉമ്മ ആ മകനെ യാത്രയാക്കുകയാണ്. നീണ്ട ചരിത്രമാണ്. ബഹ്ജത്തുൽ അസ്റാർ, ഖലായിദുൽ ജവാഹിർ പോലുള്ള കിതാബുകളിലൊക്കെ ഇത് പറയുന്നുണ്ട്. ആ ഉമ്മ യാത്രയാക്കുമ്പോൾ ആ ഉമ്മ പറഞ്ഞ വാക്ക് കാണാം, ഹാദാ വജ്ഹുൻ ലാ അൽഖാ ബഅദ ഹാദാ. എൻ്റെ ഈ കുഞ്ഞൻ്റെ മുഖം ഞാൻ ഇനി ദുനിയാവിൽ കാണുകയില്ല, ദുനിയാവിൽ വെച്ച് കാണുകയില്ല. ആഖിറത്തിലേക്ക് മകനെ പറഞ്ഞേക്കുന്ന ഉമ്മയുടെ വാക്കുകളാണ്. ഉമ്മ പല ഉപദേശങ്ങളും പറയുന്നു. ഉമ്മ പറയുന്നു, മോനെ, എന്തു പറ്റിയാലും നിന്റെ നാവ് കൊണ്ട് നീ കളവ് പറയരുത് കേട്ടോ. വല്ലാത്ത കാലമാണിത്, കളവ് പറയുന്നതിൽ ഒരു മടിയുമില്ലാത്ത കാലം. മതത്തിന് വേണ്ടി കളവ് പറയുന്നവർ, സംഘടനയ്ക്ക് വേണ്ടി കളവ് പറയുന്നവർ അതാ കോഴിക്കോടെ വണ്ടി എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് പറയുന്നത് ഞാൻ കാരന്തൂരിലെത്തിയിരിക്കുന്നു എന്ന്. പച്ചക്കളവാണ്. ഒരുപക്ഷെ വാള് പറയുന്നവർ വരെ ഇങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. നാവ് കൊണ്ട് കിദ്ബ് ചെയ്താൽ അത് വാജിബോ സുന്നത്തോ ആയ കളവല്ലെങ്കിൽ ആ നാവ് കൊണ്ട് മന്ത്രിച്ചാൽ വരെ ഫലമുണ്ടാവുകയില്ല. ആ നാവ് കൊണ്ട് വാള് പറഞ്ഞാൽ ഫലമുണ്ടാവുകയില്ല. വല്ലാതെ സൂക്ഷിക്കേണ്ട വിഷയമാണ് കളവ്. ഫഇന്ന ലഅനത്തല്ലാഹി അലൽ കാദിബീൻ. അല്ലാഹുവിന്റെ ശാപം വന്നു പോകുന്ന വൻകുറ്റമാണ് കളവെന്നതിൽ തർക്കമില്ല. ഉമ്മ പറയുന്നു, ഒരിക്കലും കളവ് പറയരുത് മകനെ. ഇത് കേട്ട് ആ മകനെല്ലാം അംഗീകരിച്ച് ബഗ്ദാദിലേക്ക്, ജീലാനിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് പോകുന്ന നീണ്ട ദിവസങ്ങളിൽ യാത്രയായി പോകുന്ന കാഫിലകളുണ്ട്. അതിൽ ഒരു വണ്ടിയിൽ ഒരു സീറ്റ് പിടിച്ചതായ, ടിക്കറ്റ് എടുത്തതായ ജീലാനി നിങ്ങൾ ആ വണ്ടിയിൽ കയറുകയാണ്. അങ്ങനെ ആ കാഫില അങ്ങ് നീങ്ങുന്നു. കുറെ അങ്ങെത്തി ഒരു മരുഭൂമിയിലെത്തുമ്പോൾ വലിയ ഒരു കൊള്ള സംഘം ആ കച്ചവടക്കാരാകുന്ന ആളുകളും മറ്റ് യാത്രക്കാരായ ആളുകളുമുണ്ട്. അവരെ നന്നായി ആ കൊള്ള സംഘം പിടികൂടുകയാണ്. പിടികൂടി ജീലാനി തങ്ങളടക്കമുള്ള ആളുകളെ കയ്യിൽ നിന്നെല്ലാം അവരെ പുറത്തുള്ള സാധനങ്ങളെല്ലാം അവർ പിടിച്ചു വാങ്ങുകയാണ്. യാത്ര മുട്ടി പ്രയാസത്തിലായി അവരെ മുമ്പിൽ നിന്ന് തന്നെ അതെല്ലാം അവർ വിഭജിച്ചെടുക്കുന്നത് കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അതാ 10-60ഓളം യാത്രക്കാർ അവർ പ്രയാസപ്പെട്ടുകൊണ്ട് കൊള്ള
കൊള്ളത്തലവനോട് പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങൾ അല്പമെങ്കിലും തിരിച്ചു തരണം, ഇനി ഞങ്ങൾക്ക് എത്രയോ യാത്ര ചെയ്യാനുണ്ട്. അതിലേക്കൊന്നും ചെവി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ കൊള്ളത്തലവൻ കൊള്ളക്കാരോട് പറയുന്നു, എല്ലാവരെയും പരിശോധിച്ചിട്ടുണ്ടോ? അതിലൊരാള് പറയുന്നു, ഒരു കുട്ടിയെ, ഒരു ചെറുപ്പക്കാരനുണ്ട്, അയാളോട് ഞാൻ നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ആ കുട്ടി മറുപടി പറഞ്ഞു. ഒരിക്കലും സത്യം പറയാൻ പറ്റാത്ത ഈ വേദിയിൽ അങ്ങനെ പറയുമ്പോൾ മനസ്സിൽ അത് കളവാണെന്ന് തോന്നിയത് കൊണ്ട് ആ കള്ളൻ ആ ചെറുപ്പക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് പോയതായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് കൊള്ളത്തലവനോട് ഈ കാര്യം ഉണർത്തിയപ്പോൾ ആ ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവരണമെന്ന് പറയുകയും ആ ചെറുപ്പക്കാരൻ ജീലാനി തങ്ങളായിരുന്നു. അവരെ പിടിച്ചു കൊണ്ടുവന്ന് ചോദിക്കുന്നു, മോനെ നിന്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ 40 സ്വർണമുണ്ട്. എവിടെയാണുള്ളത്? എൻ്റെ കക്ഷത്തുണ്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു പരിഹാസമായി തോന്നി. കക്ഷത്തിലുള്ള സ്വർണം നമുക്കൊക്കെ അറിയാമല്ലോ, ഇത് പരിഹാസമാണെന്ന് മനസ്സിലാക്കി കൊള്ളത്തലവൻ എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഷർട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഒരു 10 മിനിറ്റ് ജീലാനി തങ്ങളെ അരികിൽ നിന്നപ്പോൾ, സ്വാലിഹീങ്ങളുടെ അരികിൽ നിന്നാൽ അവരുടെ ആത്മീയമായ പ്രകാശം ഹൃദയത്തിലേക്ക് അടിച്ചു വരുന്നതാണ്. എന്നാൽ അതുപോലെ മോശക്കാരെ അരികിൽ നിന്നാലും അവരുടെ കറുപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതാണ്. അതല്ലേ ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ ബാബുൽ ജനായിസിൽ അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നു, മഹാന്മാരായ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുമ്പോൾ യസിലു ഇലൈഹിം മദദുഹും ബിഖദരി മറാത്തിബിഹിം, അവരുടെ സ്ഥാനത്തിനനുസരിച്ച് ആ മഹാന്റെ പ്രകാശം ഇവരിലേക്ക് എത്തുന്നതാണ്. യാസീനോദണ്ട, ഇഖ്ലാസോദണ്ട, ദിക്ർ ചൊല്ലണ്ട. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാന്റെ മഖാമിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ അതിൻ്റെ അരികിൽ മനസ്സ് ഹുളൂറോടുകൂടെ ഒന്നിരുന്നാൽ മതി. അതുകൊണ്ട് പ്രകാശം ലഭിക്കുന്നതാണ്. ഇമാം നവവി തങ്ങൾ അദ്കാറിൽ പറയുന്നു, ഇക്തിറുൽ വഖൂഫ ഇൻദ ഖുബൂരി സാലിഹീൻ, സാലിഹീങ്ങളുടെ ഖബറരികിൽ കുറേ നേരം നിൽക്കാൻ ഈ ടൈം കാണണം. സാലിഹീങ്ങളുടെ അരികിൽ നിന്നാൽ അത് വഫാത്തായ മഹാനായിരുന്നാലും ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും ഒന്നും ചൊല്ലിയില്ലെങ്കിലും അവരുടെ ആത്മീയ പ്രകാശം നമ്മുടെ മനസ്സിലേക്ക് അടിച്ചു വരുന്നതാണ്. വലിയ കഴിവുള്ള ഹൃദയത്തിൻ്റെ ഉടമയായ ജീലാനി തങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വലിയ തർബിയത്തിന്റെ കഴിവ് റബ്ബ് തആല നൽകിയ ആ ചെറുപ്പക്കാരന്റെ അരികിൽ വൻകുറ്റമായി നീങ്ങുന്ന